അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ നെറ്റ് ജെആർഎഫ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. UGC നെറ്റ് ജെആർഎഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഫോക്കസ് അക്കാദമിയുടെ 2026 ജൂൺ ബാച്ച് ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമെന്നോണം സ്വാഭാവികമായിട്ടും വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു ബാച്ചിലുണ്ട്. അതിൽ ഓൾറെഡി നന്നായി പ്രിപ്പയർ ചെയ്ത് ചെറിയ മാർക്കിന് ജെആർഎഫ് മിസ്സായ ആളുകൾ അല്ലെങ്കിൽ നെറ്റ് മിസ്സായ ആളുകളുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു, ഇനി കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്താൽ എന്തായിരുന്നാലും തനിക്ക് ജെആർഎഫിലേക്ക് എത്താൻ സാധിക്കും എന്ന രൂപത്തിൽ നിൽക്കുന്ന ആളുകൾ, എന്നാൽ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും കുറച്ച് മാർക്ക് മാത്രം ലഭിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം നെറ്റിന്റെ കട്ട് ഓഫിന് അടുത്ത് ഒക്കെ ലഭിച്ച ആളുകളുണ്ട്. കഴിഞ്ഞ തവണ അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തനിക്ക് ലഭിച്ച മാർക്കിനേക്കാളും അതിനേക്കാൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും കുറഞ്ഞു പോയ ആളുകൾ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതോടുകൂടി ഫ്രഷ് ആയിട്ട് ഇത്തവണ ആദ്യമായി UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. എന്നുവെച്ചാൽ ഒറ്റ തവണ പോലും ഇതുവരെ നെറ്റ് എഴുതാതെ നെറ്റിന്റെ സിലബസ് എന്താണ് എന്ന് അറിയാത്ത ആളുകൾ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ്. കാരണം സ്വാഭാവികമായിട്ടും ഒരു കോഴ്സിന്റെ തുടക്കത്തിൽ എന്ന നിലയിൽ ഉള്ള ഒരു ക്ലാസ് ആണെന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ തീരെ അറിയാത്ത ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയിക്കുകയാണ്. അതോടുകൂടെ കഴിഞ്ഞ തവണയൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകളോട് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ അത്യാവശ്യമൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്തു, പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ്. അതിപ്പോ പറയാൻ സുഖാണ്, അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇതേ അനുഭവം ഒരു 5-6 വർഷം വ്യത്യസ്ത ബാച്ചുകളെ നയിച്ച ഒരു പരിചയം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിനേക്കാളും ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഉള്ള വേദനയെക്കാളും നന്നായി വേദനിച്ച ഒരുപാട് ആളുകൾ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് അവരുടെ ലക്ഷ്യം നേടിയ ശേഷം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പങ്കുവെക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഏറെ വലുതാണ്. അപ്പൊ നമ്മള് എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത്തവണ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ലഭിച്ച ആ മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ പ്രിപ്പറേഷൻ നടത്തിയാൽ നമുക്ക് അടുത്ത തവണയും ലഭിക്കും. അതിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഏകദേശം ബേസിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ചെറിയ രൂപത്തിൽ ഒന്ന് പൊടിത്തട്ടിയെടുത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ മാർക്ക് അല്ലെങ്കിൽ അതിനോടടുത്ത മാർക്ക് ലഭിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് 186 നെറ്റിന്റെ കട്ട് ഓഫ്, അല്ലെങ്കിൽ 190 എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ലഭിച്ച മാർക്ക് ഏകദേശം ഒരു 188 അല്ലെങ്കിൽ 180 മുകളിലാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ പ്രിപ്പറേഷൻ നടത്തിയാൽ നമുക്ക് അതേ മാർക്ക് അല്ലെങ്കിൽ അതിനോട് അടുത്ത മാർക്ക് അടുത്ത തവണയും ലഭിക്കും. പക്ഷെ ആ ഒരു 190 എന്നതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കൂല. അതുപോലെ തന്നെ ജെആർഎഫിന്റെ ആളുകളാണെന്നുണ്ടെങ്കിൽ 200-ലധികം നേടിയ ഒരുപാട് ആളുകൾ, അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നമുക്ക് നെറ്റ് നേടിയവരിൽ അധികം ആളുകളും 210-ലൊക്കെ അധികം നേടിയ ആളുകളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കുറഞ്ഞ മാർക്കിന് ജെആർഎഫ് ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ജെആർഎഫ് മിസ്സായ ആളുകളുണ്ട്. അപ്പൊ അവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇനി അടുത്ത തവണ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജൂൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ നേടിയ ഈ മാർക്കും അതിനോടടുത്തും നേടാൻ നമുക്കിനി വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ നമ്മൾ പ്രിപ്പയർ ചെയ്ത അത്ര തന്നെ ചിലപ്പോൾ വേണ്ടി വന്നോളണമെന്നില്ല. നമുക്ക് എന്തായിരുന്നാലും ആ ഒരു മാർക്ക് ഇനിയും കിട്ടും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട്
നമ്മുടെ ഗ്രാഫ് ഉയരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ പ്രിപ്പയർ ചെയ്തതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കണം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോ വരുന്നില്ലയോ ആ തിരിച്ചറിവ് വരാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കൂല. അപ്പോ എല്ലാവരും അറിയേണ്ടത് കഴിഞ്ഞ തവണ നമ്മൾ എടുത്ത എഫേർട്ടിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇത്തവണ എടുത്താൽ മാത്രമേ നമ്മുടെ JRF എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതല്ല നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നെറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഏറ്റവും നന്നായി കഴിഞ്ഞ തവണ പ്രിപ്പയർ ചെയ്തതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലെത്തുള്ളൂ. കാരണം നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി ഇങ്ങനെ വായിക്കും. അതിപ്പോ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും. അപ്പൊ നമുക്ക് കുറേ വിഷയങ്ങൾ നമുക്ക് ഫെമിലിയർ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഏകദേശമൊക്കെ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്, ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയുന്നതാണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ആ ഭാഗങ്ങളിൽ മിക്കവാറും ഫോക്കസ് ചെയ്യൂല. അതിനു വേണ്ടിയിട്ട് കുറെ അറിയാത്തതുണ്ട് എന്നുണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു വ്യത്യാസം ഇനി ഉണ്ടാവും. അതായത് നിങ്ങൾ ഫ്രഷ് ആയി അന്ന് പഠിച്ചതിനേക്കാളും നമ്മുടെ മൈൻഡ് ഇനി ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മളിങ്ങനെ ഡൈവേർട്ട് ആയി പോകും. കുറച്ച് വായിക്കും, അപ്പൊ ഇത് ഏകദേശമൊക്കെ അറിയുന്നതാണ്, അപ്പൊ ഇനി ഇത് എന്ത് ചെയ്താൽ മതി? എക്സാമിനോട് അടുപ്പിച്ച് നോക്കിയാൽ മതി എന്ന് വിചാരിച്ച് മാറ്റി വെക്കും. അങ്ങനെയല്ല, നമ്മൾ ഫ്രഷ് ആയിരുന്ന സമയത്ത് പഠിച്ചിരുന്ന അതേപോലെ ഓരോ യൂണിറ്റുകളും ഓരോ യൂണിറ്റിന്റെ നമുക്ക് അറിയുന്ന ഭാഗങ്ങളാണെങ്കിലും അത് നന്നായിട്ട് വായിക്കാനും അറിയാത്ത ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 2 ദിവസത്തിന് ശേഷം അടുത്ത തിങ്കളാഴ്ച ഇത്തവണ നമ്മുടെ ഫോക്കസ് ഫാമിലിയിൽ നിന്ന് JRF നേടിയ 3 ആളുകളുടെ അനുഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ അവർ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ അവരിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. അവരൊക്കെ ചെറിയ ഒരു ശ്രമം കൊണ്ടല്ല ഈ JRF എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്, മറിച്ച് നല്ല എഫേർട്ട് എടുത്ത ആളുകളാണ്. ആദ്യ തവണ എന്നോണം തന്നെ അല്ലെങ്കിൽ ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ JRFലേക്ക് എത്തിയ ആളുകളുണ്ട്. പക്ഷെ അവരും നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എഫേർട്ട് എടുത്ത ആളുകൾ തന്നെയാണ്. അപ്പൊ അതേ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളുകളോടായിട്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി, ഇനി നമ്മള് മൊത്തത്തിൽ എല്ലാവരും മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് പുതിയ ആളുകളോടായിട്ട് പറയാനുള്ളത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് UGC നെറ്റ് എക്സാമിനേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മളിപ്പോ 1 മുതൽ 10 വരെ സ്കൂൾ തലങ്ങളിൽ പഠിച്ചു. പിന്നെ ഹയർ സെക്കൻഡറി, അതൊന്നുകിൽ +2 അല്ലെങ്കിൽ പ്രിലിമിനറി കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, പിന്നെ PG കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പഠിച്ചു. അതിപ്പോ കേരളത്തിലെ തന്നെ മിക്കവാറും ആളുകൾ കേരളത്തിലെ തന്നെ സ്ഥാപനങ്ങളിലായിരിക്കും. പിന്നെ ഡിഗ്രിക്ക് ഒരു പക്ഷേ ചിലപ്പോ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ പോയി അങ്ങനെ പഠിച്ച ആളുകൾ ഉണ്ടാവും. PGക്കും അതേപോലെ ഒരു പക്ഷേ ചിലപ്പോൾ പഠിച്ച ആളുകൾ ഉണ്ടാവും. കൂടുതൽ ആളുകളും നമ്മളിപ്പോ കേരളത്തിലെ തന്നെ സ്കൂളുകളിൽ പഠിച്ച് പിന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ഏതെങ്കിലും കോളേജുകളിലൊക്കെ പഠിച്ച്, അതല്ലെങ്കിൽ ചിലപ്പോ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടായിരിക്കും ഈ PGയും അതേപോലെ തന്നെ ഡിഗ്രിയും ഒക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്ന് ഇനി വിഭിന്നമായി, അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ നമുക്കൊരു സിലബസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രത്യേക പീരീഡിൽ നമുക്ക് ആ സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിച്ച ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക. അതിൽ ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ പാസ്സാവും. അപ്പോ ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോ 50 ആള് നമ്മുടെ ക്ലാസ്സിലുണ്ട് എങ്കിൽ ആ 50 ആളുകളും ഇപ്പോ ഏകദേശം ഒരു 55% ആണ് ജയിക്കാനുള്ള മാർക്ക് നേടിയതെങ്കിൽ 50 ആളുകൾക്കും ജയിക്കാമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഓരോ എക്സാമും ഇതുവരെ കഴിഞ്ഞു പോന്നിട്ടുള്ളത്. പക്ഷേ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നാഷണൽ ലെവലിലുള്ള ഒരു മത്സരത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള മത്സരാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്നത് ആരോടാണ്? ഇന്ത്യയിലെ അറബിക്കിൽ നെറ്റ് എഴുതുന്ന ആളുകളോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു 100 ആളുകൾ എഴുതുന്നു എന്ന് വിചാരിക്കുക. 100 ആളുകൾ എഴുതുന്നു,
അങ്ങനെ ആ 100 ആളുകൾക്കും ഇപ്പൊ ഏകദേശം ഒരു 180 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് എന്നുണ്ടെങ്കിൽ 180 മാർക്ക് 100 ആൾക്കും ലഭിച്ചാൽ ആ 100 ആളുകളും പാസ്സാവൂല. മറിച്ച് ഇതിന്റെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 100 ആളുകൾ എഴുതുന്നുവെങ്കിൽ അതിന്റെ 6% ആളുകൾക്കാണ് ആകെ ഒരു ടേമിൽ നെറ്റ് കിട്ടുക. ഇതറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അറിയാത്ത ചിലർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 100 ആളുകൾ എഴുതിയാൽ 6 പേർക്ക് മാത്രമേ ആ ഒരു ടേമിൽ നെറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, കട്ട് ഓഫ് തീരുമാനിക്കുക. അപ്പോ 100-ൽ 6 പേര് പാസ്സാവണമെങ്കിൽ എത്ര മാർക്കാണോ കട്ട് ഓഫ് ആയി വരേണ്ടത് അതായിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ തവണയും നിശ്ചയിക്കുക എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1000 ആളുകൾ എഴുതിയാൽ ഒരു 60 പേർക്ക് ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 2500-ന്റെ ഇടയിലുള്ള ആളുകളാണ് സാധാരണഗതിയിൽ അറബിക്കിൽ നെറ്റ് എഴുതാറുള്ളത്. അപ്പൊ അതില് ഈ പറഞ്ഞ ഏകദേശം 2000 ആളുകൾ എഴുതിയാൽ ഒരു 120ഓളം ആളുകൾക്ക് ആ ടേമിൽ നെറ്റ് കിട്ടും. അതുപോലെ തന്നെ JRF ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100 ആളുകൾ എഴുതുന്നുവെങ്കിൽ 1% ആളുകൾക്കാണ് JRF കിട്ടുക. എന്ന് വെച്ചാൽ 100-ൽ ഒരാൾക്ക്. 1000 ആളുകൾ എഴുതുന്നുവെങ്കിൽ 10 പേർക്ക്. 2000 ആളുകൾ എഴുതുന്നുവെങ്കിൽ 20 പേർക്ക്. ഇങ്ങനെയാണ് JRF-ന്റെ കട്ട് ഓഫ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കണം, 1000 ആളുകൾ എഴുതുന്നുവെങ്കിൽ അതിലെ ആദ്യത്തെ 60 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമാണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ എനിക്ക് എത്താൻ സാധിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, JRF-ഉം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശരിക്കും ഇപ്പോ ഈ JRF ഇപ്പോ 2000 ആളുകൾ എഴുതിയാൽ 1% ആളുകൾക്ക് തന്നെ ലഭിക്കാത്ത രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാവുന്നത്. അതിന് അവർ നിശ്ചയിക്കുന്ന എന്തോ ഒരു മാനദണ്ഡം. ഏതായാലും കുറച്ച് ആളുകൾക്ക് മാത്രമേ JRF കിട്ടുള്ളൂ. എന്നാലോ അപ്പൊ കുറച്ച് ആളുകൾക്കല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കുകയാണോ വേണ്ടത്? അല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ നമ്മുടെ ബാച്ചുകളിൽ നിന്ന് തന്നെ JRF നേടുന്ന ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഉണ്ട്, ഈ ബാച്ചിലും അൽഹംദുലില്ലാ ഉണ്ട്. അതേപോലെ നമ്മളിപ്പോ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ കൂടെ പഠിച്ച ആളുകളെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റാറ്റസിൽ കാണുന്നുണ്ട് JRF ക്വാളിഫൈ ചെയ്തതായിട്ട്. അപ്പോ നമുക്കും അതേ രൂപത്തിൽ JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് ഷാർപ്പൻ ചെയ്ത് ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ നെറ്റ് എഴുതുന്നത് എന്നുള്ളത് അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഒന്ന്, റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിപ്പോ റിസർച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, UGC നെറ്റ് എഴുതണം. ആദ്യമൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ അതിന്റെയും മാനദണ്ഡം നെറ്റ് എക്സാം ആക്കിയിട്ടുണ്ട്. അപ്പൊ അതില് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ എന്തായിരുന്നാലും അവർക്ക് എന്ത് ചെയ്യാം, PhD ചെയ്യാം, റിസർച്ച് ചെയ്യാം. ഇനി അതിനു പുറമെ നെറ്റിനേക്കാളും കുറച്ച് മാർക്ക് ലഭിച്ച ആളുകൾ, ഇപ്പൊ ഇത്തവണ തന്നെ ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PhD ക്വാളിഫൈഡ് എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ എൻട്രൻസ് ഇല്ലാതെ തന്നെ നേരിട്ട് ഇനി ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ റിസർച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നർത്ഥം. അതാണ് ഈ ഒരു നെറ്റ് കൊണ്ടുള്ള ഒരു ഗുണം, നെറ്റ് എഴുതുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ അതേപോലെ തന്നെ കോളേജുകളിൽ അധ്യാപകരാവാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള മിനിമം യോഗ്യത, കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് നെറ്റാണ്. അപ്പോ ആ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പോ അറബിക്കിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഏകദേശം 2023-ലാണ് അവസാനം കോളേജിയേറ്റ് എക്സാം നടന്നിട്ടുള്ളത്. കോളേജ് തലങ്ങളിലേക്കുള്ള PSC എക്സാം നടന്നിട്ടുള്ളത് കേരളത്തിൽ. അപ്പോ അതിന്റെ ലിസ്റ്റ് ഏകദേശം ഒരു 2 വർഷവും കൂടി കഴിഞ്ഞാൽ ആ ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവും. 2 വർഷം ഉണ്ടാവില്ല, ഇനി 1.5 വർഷമേ ഉണ്ടാവുള്ളൂ. അപ്പോ 2027 അല്ലെങ്കിൽ 28-ലൊക്കെ ആയിട്ട് അടുത്ത കോളേജിയേറ്റ് എക്സാം വരും. അപ്പൊ ഒരു പക്ഷേ
നമ്മളിപ്പോ ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത കോളേജിയറ്റ് എക്സാമിന് കൂടെ അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മാത്രമല്ല നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നോട്ട് തന്നെ മതിയാവും നമുക്ക് ആ ഒരു കോളേജിയറ്റ് എക്സാമിനേഷന് കൂടി പ്രയോജനപ്പെടുത്താൻ എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. കാരണം കോളേജിയറ്റിന്റെ സിലബസ് അത് പരിശോധിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പിന്നെ ഏകദേശം നമ്മൾ ഈ ഒരു നെറ്റിന് പഠിക്കുന്ന ഭാഗങ്ങളും പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ വൈഡായി വരുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഭാഗങ്ങളും നമ്മളിപ്പോ സാധാരണ അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോ നമുക്ക് നല്ലൊരു നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ മതിയാവും നിങ്ങൾക്ക് കോളേജിയറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കോളേജ് തലങ്ങളിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 50 വയസ്സാണ്. അപ്പൊ ഏകദേശം ആളുകൾക്കൊക്കെ എഴുതാൻ പറ്റുമെന്നർത്ഥം. ഓക്കെ, ശരി. ഇനി നെറ്റ് എക്സാം എന്നല്ല, ഏത് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണിത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഗോള് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ JRF ആണ് എയിം ചെയ്യുന്നത് എങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ സ്റ്റാറ്റസ് കണ്ടു, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ആരുടെയെങ്കിലും നിർബന്ധം വന്നു, ഇനി നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് പഠിപ്പിച്ച അധ്യാപകർ അവർ കോളേജിലാണ് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇന്ന വർഷം എന്ത് ചെയ്യാണ്ട് ഒരു പോസ്റ്റ് വരാറുണ്ട്, അപ്പൊ വേഗം എന്ത് ചെയ്തോട് ഒന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോട് എന്ന് പറഞ്ഞ് അവര് ഒരു പക്ഷെ നിർബന്ധിച്ചിട്ടായിരിക്കും നമ്മളിപ്പോ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും അവിടുന്ന് മാറണം. ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും പ്രേരണ കൊണ്ട് നമ്മളിപ്പോ ഒരു പക്ഷെ ഈ ഒരു കോച്ചിങ്ങിൽ എത്തി, ഇനി വീണ്ടും ആ ഒരു അവരുടെ പ്രേരണയിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുകയില്ല. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ നമ്മുടെ ഗോള് കൃത്യമായി ഇനി സെറ്റ് ചെയ്യണം. അടുത്ത ജൂണിൽ എക്സാം വരും. ആ എക്സാം വരുമ്പോഴേക്ക് എനിക്ക് എന്ത് ചെയ്യണം, 2 പേപ്പറാണ് നമുക്ക് ഈ ഒരു പിന്നെ നെറ്റിനുള്ളത്. ഒന്ന് പേപ്പർ 1 ജനറൽ പേപ്പർ, അതുപോലെ തന്നെ പേപ്പർ 2 അറബിക്. ഇവ രണ്ടും പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ ആ ക്ലാസ് അനുസരിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുന്നു എന്നും ആ പഠിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത ജൂണിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നെറ്റ് അല്ലെങ്കിൽ JRF ഞാൻ ക്വാളിഫൈ ചെയ്യും എന്ന ഒരു ഗോള് നമ്മൾ ഓരോരുത്തരും സെറ്റ് ചെയ്യുക. അപ്പോ അതനുസരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളുടെ കൂട്ടത്തില് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ, ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ജോലിക്ക് പുറമെ കുടുംബിനികളായി വീട്ടിൽ സ്വാഭാവികമായിട്ടും കഴിയുന്ന സഹോദരിമാരുണ്ട്, പിന്നെ വീട് പണി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെ പല ചുറ്റുപാടുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അതിനിടയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കാണുക അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിൽപ്പെടുത്താണ്. തുടക്കത്തിലുള്ള ആളുകൾ എന്ന നിലയിലാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എപ്പോഴും എല്ലാ ബാച്ചിലും ഉണ്ടാവും, തുടക്കത്തിലൊക്കെ വളരെ ആവേശത്തോടു കൂടി ചില ആളുകൾ ഉണ്ടാവും. പിന്നെ ആളുകളെ ചിലരെ നമ്മൾ കാണൂല. അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊക്കെ വരും തിരക്കുകൾ. കാരണം എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരും, അതല്ലെങ്കിൽ ചിലപ്പോ അസുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ആ നമ്മൾ പിന്നോട്ട് പോയ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഗോളിലേക്ക് എത്താൻ സാധിക്കുകയില്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അപ്പോ നമ്മുടെ പഠനത്തിനിടയിൽ പഠനവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ വരുന്ന പ്രതിസന്ധികളെ, അതേപോലെ തന്നെ പ്രയാസങ്ങളെ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതോരോ നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കാണാം. ആ സ്റ്റെപ്പ് കയറെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നതല്ലാതെ അവിടെ സ്റ്റെപ്പാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് നേരെയുള്ള വഴി വന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇനി PG ഒരു പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ,
നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ അവരോടും കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് നെറ്റ് എഴുതാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്ക് PG ആണ്, അല്ലെങ്കിൽ MA ആണ്. അതായത് ഏത് വിഷയത്തിലാണോ നമ്മൾ നെറ്റ് എഴുതുന്നത് ആ വിഷയത്തിൽ നമുക്ക് മാസ്റ്റർ ഡിഗ്രി വേണം, MA വേണം എന്നർത്ഥം. അപ്പോ MAക്ക് 55% മാർക്കാണ് MAക്ക് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അതില് OBC വിഭാഗത്തിൽപ്പെട്ട ആയിരിക്കും മിക്കവാറും ഈ ഒരു ശബ്ദം ശ്രവിക്കുന്നവരിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ മിക്കവാറും അറബിക്ക് എഴുതുന്നവരിൽ കൂടുതൽ ആളുകളും പിന്നെ OBC കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ OBC കാറ്റഗറിയിൽ അതേപോലെ SC ST അതേപോലെ പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ 5% ഇളവുണ്ട്. അവർക്ക് ടോട്ടലി 50% മാർക്ക് നേടിയാൽ തന്നെ നെറ്റ് എഴുതാൻ പറ്റുമെന്നർത്ഥം. അപ്പൊ ഇപ്പോ നെറ്റ് പിന്നെ PG എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ മിനിമം എന്ത് ചെയ്യണം, ഒരു 50% മാർക്കെങ്കിലും PGക്ക് വാങ്ങിയിരിക്കണം എന്നർത്ഥം. എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് എഴുതാൻ പറ്റുള്ളൂ. നെറ്റ് എഴുതണമെങ്കിൽ മിനിമം 50% മാർക്ക് നമ്മൾ PGക്ക് വാങ്ങിയിരിക്കണം എന്നർത്ഥം. ഓക്കെ. ഇനി നെറ്റ് എഴുതാൻ ഏജ് ലിമിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ എത്ര വയസ്സായ ആളുകൾക്കും എന്ത് ചെയ്യാം, നെറ്റ് എഴുതാം. എന്നാൽ JRF എയിം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. പ്ലസ് അതിപ്പോ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഇനി സ്ത്രീകൾക്കും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾ, അവർക്കാണെങ്കിൽ 5 വയസ്സ് കൂടെ ഇളവുണ്ട്. എന്ന് വെച്ചാൽ 35 വയസ്സ് വരെ എന്ത് ചെയ്യാം, നെറ്റ് JRFന് വേണ്ടിയിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും പിന്നെ ഈ പറയപ്പെട്ട SC ST OBC അതേപോലെ തന്നെ PWD എന്ന് വെച്ചാൽ ഫിസിക്കലി ഹാൻഡിക്കപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കും എന്ത് ചെയ്യാം, 5 വയസ്സ് കൂടെ ഇളവുണ്ട്. അങ്ങനെ 35 വയസ്സ് വരെ JRFന് വേണ്ടിയിട്ട് അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമുക്കൊരു വേറൊരു കാര്യവും കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 100 ആളുകൾ നെറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ 6 പേർക്ക് മാത്രമാണ് ഒരു സമയത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ 6% ആളുകൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 6%-ത്തിൽ ആരും വരും. ഇത്തവണ PG കഴിഞ്ഞ ഒരാൾ, അയാൾ എന്ത് ചെയ്തു വെച്ചാൽ നെറ്റ് എഴുതി, അല്ലെങ്കിൽ PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അയാൾ നെറ്റ് എഴുതി, അയാൾക്ക് എന്ത് ചെയ്തു, നെറ്റ് കിട്ടി. നെറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ചിന്തിക്കുന്നതായിരിക്കും, എനിക്ക് JRFന് കൂടി ട്രൈ ചെയ്യാലോ. ആദ്യ തവണ തന്നെ നെറ്റ് എഴുതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ JRF കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമല്ല. കാരണം JRF കിട്ടിയാലുള്ള മെച്ചം അറിയുന്ന ആളുകളാണ് ഇപ്പൊ നമ്മളൊക്കെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ. ഇപ്പോ കാലങ്ങളായി ഒരു പക്ഷേ ചിലപ്പം PG ഒക്കെ കഴിഞ്ഞ് B.Ed ഒക്കെ കഴിഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. എന്നിട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു പിന്നെ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനി മറ്റേതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ബോധം വന്നിട്ടുണ്ടാവും, എന്തെന്ന്, ഒന്നുകിൽ നമ്മുടെ കൂടെ പഠിച്ച ഏതെങ്കിലും ആളുകൾ ഇപ്പോ ഇന്ന കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ വേതനം എത്രയാണ് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ഒരു കോളേജിൽ ഡെയിലി വേജ് ആയിട്ട് എയ്ഡഡ് കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 2200 രൂപയാണ് ഒരു ദിവസം അയാൾക്ക് കിട്ടുന്ന വേതനം. അപ്പോ ഏകദേശം ഒരു 20 വർക്കിംഗ് ഡേ കിട്ടുകയാണെങ്കിൽ 44,000 രൂപ മാസം അയാൾക്ക് വരുമാനമുണ്ട്. അപ്പൊ ഇതറിഞ്ഞിട്ട് നമ്മളിപ്പോ 10 വർഷമായിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കൂട്ടത്തിൽ ചിലപ്പോൾ 10,000 രൂപ മാസ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും.
18,000 രൂപ, 20,000 രൂപ, 25,000 രൂപ ഒക്കെ സാലറി വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. എന്നാലോ നമുക്ക് ചിലപ്പോ 30 ദിവസവും ജോലിയുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോ ഒരു 25 അല്ലെങ്കിൽ 26 ദിവസം എന്തായിരുന്നാലും ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ ഈ പറഞ്ഞ നമ്മള് പിന്നെ ഒരു നെറ്റ് കിട്ടി ഡെയിലി വേജ് ആയി വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 20 ദിവസം വർക്ക് ചെയ്താലാണ് ഈ പറഞ്ഞ 44,000 രൂപ. ബാക്കി 10 ദിവസം അയാൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. ഓക്കെ, ഇതാണിപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരു പിന്നെ ആൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന വേതനത്തിന്റെ അവസ്ഥ. ഇനി പിന്നെ JRF ആണ് ഒരാൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം, നേരെ JRF ക്വാളിഫൈ ചെയ്താൽ PhDക്ക് ജോയിൻ ചെയ്യാം ഏതെങ്കിലും ഒരു പിന്നെ റിസർച്ച് സെന്ററിൽ. അപ്പോ അത് മുതൽ അയാൾക്ക് ആ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോ മാസവും അയാൾക്ക് എന്ത് ചെയ്യും, അയാളുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു 43,000 രൂപ എന്ന് വെച്ചാൽ പിന്നെ JRFന്റെ തുകയും പിന്നെ HRA അതേപോലെ തന്നെ കണ്ടിജൻസി എന്നൊക്കെ കൂടി പറഞ്ഞിട്ട് ഏകദേശം ഒരു 43,000 രൂപ ഓരോ മാസവും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് 3 വർഷം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, PhD കംപ്ലീറ്റ് ചെയ്യാം. 5 വർഷം വരെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാം. 5 വർഷം കൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, PhD കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5 വർഷവും ഓരോ മാസവും ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അത് 2 വർഷമാണ് ഇപ്പോൾ JRF എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ അത് SRFലേക്ക് മാറും. എന്ന് വെച്ചാൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആയി മാറും. ആദ്യം JRF ആവുമ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. SRFലേക്ക് മാറുമ്പോൾ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആയി മാറും. എന്ന് വെച്ചാൽ അവിടെ തുക കുറച്ചുകൂടി കൂടും. ഏകദേശം ഈ പറഞ്ഞ തുക ഒരു 50,000 രൂപ അവർക്ക് ഓരോ മാസവും ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിനു പുറമെ ആയിട്ട് ഇപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ച് സെന്ററിൽ ചിലപ്പോ ചില സെന്ററുകളിൽ എല്ലാ ദിവസവും പോവേണ്ടി വരും. എന്നാൽ മിക്കവാറും സെന്ററുകളിൽ നമ്മൾ കൃത്യമായിട്ട് PhDയുടെ വർക്ക് യഥാ സമയത്ത് കൃത്യമായി ചെയ്ത് ഗൈഡിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നൊന്നും ചിലപ്പോൾ റിസർച്ച് സെന്ററിൽ പോവേണ്ടി വരില്ല. മറിച്ച് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്താൽ മതി. അപ്പൊ അതിനോട് കൂടെ എന്ത് ചെയ്യാം, നമുക്ക് മറ്റു ഗവൺമെന്റ് തലങ്ങളിലല്ലാത്ത ജോലികൾ കൂടി നമുക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോ അതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കിയ ആളുകൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം കൂടി പറയുന്നത്. ഇത് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു തവണ ഇപ്പോ നെറ്റ് എഴുതി അയാൾക്ക് നെറ്റ് കിട്ടിയാൽ എന്നാ എനിക്ക് എന്തുകൊണ്ട് JRFന് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് അടുത്ത തവണയും അയാൾ എന്ത് ചെയ്യും, നെറ്റ് എഴുതും. അപ്പൊ ഒരുപക്ഷെ അയാൾ വേണ്ട രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ അയാൾ പഠിച്ച ആ ഒരു അറിവനുസരിച്ചായിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യും, JRF കിട്ടിയിട്ടുണ്ടാവില്ല, നെറ്റ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത തവണ എഴുതും. അങ്ങനെ ഓരോ തവണയും ഈ ഒരു JRFന് വേണ്ടി എഴുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു നെറ്റ് എഴുതുന്ന കൂട്ടത്തിലുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക, 100 ആളുകൾ എഴുതുന്നതിൽ 6 ആൾക്കാണ് നെറ്റ് കിട്ടുന്നതെങ്കിൽ അതിലിപ്പോ ഈ പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അവരോട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. എന്ന് വെച്ചാൽ 2,000 ആളുകൾ എഴുതുന്നതിൽ ഇപ്പോ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇതേപോലെ JRFന് വേണ്ടി ട്രൈ ചെയ്ത് അവർക്ക് വീണ്ടും നെറ്റ് കിട്ടുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഉണ്ട് ഇതേപോലെ 2, 3, 4 തവണയൊക്കെ നെറ്റ് കിട്ടിയ ആളുകളുണ്ട്. അപ്പോ അവര് കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ടതില്ല. എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് കിട്ടൂലേ, ഇങ്ങനെയൊക്കെ മത്സരിക്കുന്ന ആളുകളോട് ഞാൻ മത്സരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിക്കേണ്ടതില്ല. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ആദ്യം പ്രിപ്പറേഷൻ നടത്തിയിട്ട് തന്നെ നെറ്റ് അതേപോലെ തന്നെ അതിന് മുമ്പത്തൊക്കെ ബാച്ചിൽ ആദ്യ തവണയിൽ തന്നെ JRF ഒക്കെ നേടിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോ നമ്മൾ എങ്ങനെ ഈ ഒരു പിന്നെ വിഷയത്തെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വിജയം എന്നുള്ളതാണ് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ 35 വയസ്സ് വരെ എന്ത് ചെയ്യാം, 35 വയസ്സ് ആവാത്ത ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് JRF തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ നെറ്റിന് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്നാൽ മാർക്ക് നമ്മൾ സ്വപ്നം കാണേണ്ടത്
JRF-കാർ സ്വപ്നം കാണുന്ന അതേ മാർക്കാവണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കാം. ഇനിയിപ്പോ നെറ്റിന്റെ കട്ട് ഓഫ് ഇപ്പോ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു റിസൾട്ട് അടക്കമുള്ള കട്ട് ഓഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ ഓരോ വർഷത്തെയും കട്ട് ഓഫ് നമുക്ക് പരിശോധിക്കുമ്പോൾ ചില വർഷം ചിലപ്പോ ഒന്ന് കൂടും, ചിലപ്പോ ഒന്ന് കുറയും. അങ്ങനെ ആ രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത് നെറ്റിന്റെയും അതേപോലെ തന്നെ JRF-ന്റെയും കട്ട് ഓഫ്. അതിലിപ്പോ 2018 ജൂലൈ മുതൽക്ക് ഇങ്ങോട്ട് 2025 പിന്നെ ഡിസംബർ എക്സാം വരെയുള്ള കട്ട് ഓഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നെറ്റിന്റെ കട്ട് ഓഫ് 154 മാർക്ക് ലഭിച്ചാൽ എന്ന് വെച്ചാൽ 51.33%, അതായത് 300-ന്റെ 51.33% കട്ട് ഓഫ് ആയിരുന്നു ആദ്യം 2018 വേണ്ടിയിരുന്നത് ഒരാൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ. അതിപ്പോ OBC വിഭാഗത്തിലുള്ള കണക്കാണ് അവിടെ കൊടുത്തത്. ജനറൽ കാറ്റഗറി ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. ഏകദേശം കൂടുതൽ ആളുകൾ ഈ ഒരു OBC വിഭാഗത്തിൽ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രം ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ 154 മാർക്ക് കിട്ടിയ ഒരാൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാമായിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ കൂടി 164 പിന്നെ 170 178 3 വർഷം. പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു 174 പിന്നെ അത് കൂടിയിട്ട് 196 അതേപോലെ 190 പിന്നെ 186 198 184 ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് എന്ന് പറയുന്നത് 186. ഓക്കെ, ഇനി JRF-ന്റെ കട്ട് ഓഫ് ആണെങ്കിൽ ആദ്യ വർഷം 196 പിന്നെ 200 200 206 212 210 204 പിന്നെ ഒന്നുകൂടെ കുറഞ്ഞ് 202 പിന്നെ കൂടി 224 220 214 230 222 ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം 218. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്. കുറച്ച് മിക്കവാറും കൂടി കൂടി ഇങ്ങനെ വന്ന് ഇപ്പൊ ചെറിയൊരു മാറ്റം ഇപ്പൊ ഈ ലാസ്റ്റ് എക്സാമിന് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വെച്ചാൽ ക്വസ്റ്റ്യൻ പിന്നെ പ്രയാസമായത് കൊണ്ടായിരുന്നില്ല, മറിച്ച് ക്വസ്റ്റ്യൻ ഏകദേശം ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ വന്ന ക്വസ്റ്റ്യന്റെ രൂപം തന്നെയായിരുന്നു. പക്ഷെ അതിലെന്താ വെച്ചാൽ ഇപ്പോ ലാസ്റ്റ് വരുന്ന എക്സാമിന്റെ രൂപത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിശ്ചിത ഈ സമയത്തിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് അല്പം ടാസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ആ സമയവും കൂടി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയ ആളുകളുടെ എണ്ണത്തിൽ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചൊരു കുറവ് വന്നത് കൊണ്ടായിരിക്കും ഈ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുള്ളത്. കുറച്ചൊന്നും എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ഓഫ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ നീ അടുത്ത എക്സാമിന് സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഒന്നുകൂടി സ്പീഡിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തരും പരിശീലിക്കുക. അതേ രൂപത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് പരിശീലിക്കുക. എന്നിട്ട് അടുത്ത തവണ നമുക്കും ഈ കട്ട് ഓഫ് ഭേദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണം. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യാം. ഇൻഷാല്ല ഓരോ യൂണിറ്റുകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതില് ജസ്റ്റ് ഒന്നിപ്പോ പറയുന്നേ ഉള്ളൂ. ഇനി ഓരോ യൂണിറ്റുകളും നിങ്ങൾക്ക് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്ന സമയത്ത് ആദ്യം ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഓരോ യൂണിറ്റുകളുടെയും ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പോ ആരും ടെൻഷൻ ആവേണ്ടതില്ല എന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് ഇപ്പോ ഒരുപക്ഷെ ചിലപ്പോ മുമ്പ് PG ഒക്കെ കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും, എന്നിട്ട് ഇപ്പൊ കുറച്ചു കാലം ടച്ച് ഇല്ലാതെ ഇപ്പോ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ PG തന്നെ ഇപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലോ അതിൽ തന്നെ ചില ഭാഗങ്ങളൊന്നും മനസ്സിലാവാതെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. അതിനിടയിലാണ് ഇപ്പൊ നെറ്റിന് കൂടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നെറ്റിന് ലഭിക്കുന്ന ക്ലാസ്സുകൾ അത് എത്ര ലോ ലെവലുള്ള ആളാണെങ്കിലും അയാൾക്ക് ഫോളോ ചെയ്യാവുന്ന രൂപത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അറബി അറിയാത്ത ആളാണെങ്കിലും ഫോളോ ചെയ്യാവുന്ന രൂപത്തിൽ തന്നെ ഉള്ള ക്ലാസ്സുകളാണ്. പക്ഷെ ഫോളോ ചെയ്യണം, അതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആളുകളോടാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലും കഴിയുന്നതും ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാം. ഇനി അഥവാ അതിന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ തൊട്ടടുത്ത ദിവസം കിട്ടും. അപ്പൊ അത്
യൂട്യൂബില് സ്പീഡിലിട്ട ഓപ്ഷനിലെങ്കിലും കേൾക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് നോട്ട് ഇങ്ങനെ വായിച്ചു പോയാൽ മതി, പക്ഷെ അതിലപ്പുറം ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ അയാൾക്ക് ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ ഓരോ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് ആ ഒരു പരിചയം അനുസരിച്ചായിരിക്കും അയാൾ ക്ലാസ് എടുക്കുക. അപ്പൊ അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലാസ്സിൽ പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ പിന്നെ ഓർത്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ നെറ്റിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഓരോ ഏരിയയെ കുറിച്ചും നമുക്ക് അല്പം ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ നമ്മൾ വായിച്ചു പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റൂല. മറിച്ച് ആ ഏരിയയെ കുറിച്ച് നമുക്ക് ഏകദേശം വിവരങ്ങൾ ഉണ്ടാവണം. അപ്പൊ എല്ലാം നമ്മൾ ഒറ്റ വായന അല്ലെങ്കിൽ 2-3 തവണ വായിച്ചാലും നമ്മുടെ മനസ്സിൽ നിൽക്കൂല. മറിച്ച് ചിലപ്പോൾ ഇതേപോലെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് അപ്പോ അതുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അധ്യാപകൻ ചർച്ച ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പോ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനൊക്കെ സഹായകമാവും. അപ്പോ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കാൻ തന്നെ ശ്രമിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ഓരോ യൂണിറ്റുകൾ നോക്കാം പെട്ടെന്ന്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ അറബിക് പോയട്രി അപ് ടു അബ്ബാസിഡ് പീരീഡ്. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടം മുതൽക്ക് അബ്ബാസി കാലഘട്ടം വരെയുള്ള, അഥവാ പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽക്ക് അബ്ബാസി കാലഘട്ടം വരെയുള്ള പിന്നെ അറബിക് പോയട്രിയുടെ ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ അറബിക് പോയം അല്ല, മറിച്ച് സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് സാധാരണഗതിയിൽ പഠിക്കാനുണ്ടാവാറുള്ളത് ചില പ്രത്യേക സാഹിത്യകാരന്മാരെ. ഇപ്പൊ ജാഹിലി കാലഘട്ടമാണെങ്കിൽ നമുക്കറിയാം അസ്ഹാബുൽ മുഅല്ലഖാത്ത്, അതേപോലെ തന്നെ അശ്വാറ ഉസ്വാലിഖ്, പിന്നെ അശ്വാറ ഉൽ മുഖ്ലറമൂൻ, പിന്നെ അശ്വാറ ഉൽ ഉമവിയൂൻ, അതേപോലെ അശ്വാറ ഉൽ അബ്ബാസി. ഇത്രയും ആളുകളെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പോ അവരുമായി റിലേറ്റഡ് ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചില കവിതകൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഏതായാലും അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. സിലബസ് മാറാനും നെഗറ്റീവ് വരാനൊക്കെ സാധ്യത ഉണ്ടോ ചോദിച്ചാൽ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് തന്നെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് സിലബസ് മാറും മാറും എന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ മാറുന്നു പറഞ്ഞിരുന്നു, അതിന് മുമ്പത്തെ തവണ മാറുന്നു പറഞ്ഞിരുന്നു, ഒന്നും മാറിയിട്ടില്ല. സിലബസ് അഥവാ മാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ആ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതിലൊന്നും ആരും ടെൻഷൻ ആവേണ്ടതില്ല. പിന്നെ അഥവാ ഇത്തവണ ഇനി മാറുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ വേണം കാണാൻ. നമ്മളിപ്പോ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, ഇപ്പോ ഇത്തവണ സിലബസ് മാറുന്നില്ല എന്ന് വിചാരിക്കാം, അടുത്ത 2026 ഡിസംബറിൽ സിലബസ് മാറുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ നമ്മുടെ സുഖം എന്താ വെച്ചാൽ സിലബസ് മാറുന്നില്ല എങ്കിൽ ഇതുവരെ 2018 ജൂലൈയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്, അല്ല പിന്നെ എക്സാം. അപ്പൊ നമുക്ക് ഇത്രയും കാലത്തെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകൾ പോലും ആ രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ സിലബസ് അടിമുടി മാറിയാൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണെങ്കിലും അവിടെ ലിമിറ്റ് ഉണ്ടാവും. ഏകദേശം ഇന്ന ഭാഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലേ നമുക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോ എത്ര വിവരമുള്ള ആളാണെങ്കിലും അവിടെ നമുക്ക് പിന്നെ ലിമിറ്റ്സ് ഉണ്ടാവും. എന്നാൽ ഇപ്പോ ഉള്ളത് നമുക്ക് അങ്ങനെയല്ല. ഈ ഒരു സിലബസ് മാറാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ടൈം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് മാർക്കിനെ കുറിച്ചും നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഇല്ല, എന്നാൽ ഇത്തവണയും നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടാവാൻ ഏതായാലും സാധ്യതയില്ല. എന്നാൽ നെഗറ്റീവ് മാർക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് അല്ലാത്ത വേറുള്ള സബ്ജക്റ്റുകളിൽ ഇപ്പോ മറ്റേ സയൻസിലൊക്കെ ഓൾറെഡി നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഇപ്പൊ PSC ഒക്കെ എഴുതിയ ആളുകൾക്ക് അറിയാം. നമുക്കിപ്പോ PSC എക്സാമിനൊക്കെ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയി എഴുതി, അത്യാവശ്യം നല്ല രൂപത്തിലൊക്കെ എഴുതി, പിന്നെ വീട്ടിലെത്തി നമ്മള് ആൻസർ കീ വരുന്ന സമയത്ത് നോക്കുമ്പോഴാണ് ആ സങ്കടം മനസ്സിൽ നിന്ന് പോവില്ല. കാരണം അത്യാവശ്യം നന്നായി അറിയുന്നതൊക്കെ എഴുതിയത് പോലും അവസാനത്തെ ആ ഒരു ചെറിയ സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് ശരിയായാലോ എന്ന് വിചാരിച്ച് കറക്കി കുത്തിയത് മുഖേന ആദ്യം കിട്ടിയ മാർക്ക് അടക്കം എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ നെഗറ്റീവ് മാർക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ
നമ്മുടെ ഈ ഒരു സ്വപ്നം മിക്കവാറും ഒരു കിട്ടാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും ഉണ്ടാവാം, പൂവണിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഇപ്പോ നമ്മൾ നല്ലൊരു സമയമായി കണ്ട് ഈ ഒരു എക്സാമിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണം എന്ന രൂപത്തിൽ തന്നെ നമ്മൾ പഠിക്കുക. ഇനി അഥവാ സിലബസ് മാറുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതൊന്നും ഇപ്പൊ നിങ്ങൾ ആരും ചെയ്യേണ്ടതില്ല, ടെൻഷൻ ആവേണ്ടതില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. ഇനി യൂണിറ്റ് 2 ഇതേപോലെ തന്നെ നേരത്തെ പദ്യം അല്ലെങ്കിൽ കവിതയുമായി ബന്ധപ്പെട്ട ചരിത്രമാണെങ്കിൽ ഇവിടെ ഗദ്യ സാഹിത്യത്തെ കുറിച്ചാണ്. അൻ നസ്റുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി, അറബിക് പ്രോസ് അപ് ടു അബ്ബാസിഡ് പീരീഡ് എന്ന് വെച്ചാൽ പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽക്ക് അഥവാ ജാഹിലി കാലഘട്ടം മുതൽക്ക് അബ്ബാസി കാലഘട്ടം വരെയുള്ള ഗദ്യ സാഹിത്യ ചരിത്രമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ അവിടെയും നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ഗദ്യ സാഹിത്യത്തിലെ ആളുകളെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത്. ഏകദേശം നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്, മാത്രമല്ല ഒന്നുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയായിരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ചിലപ്പോ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ഗദ്യ സാഹിത്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഹദീസ്, പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ അനുചരന്മാരെ കുറിച്ച് ഒക്കെ സ്വാഭാവികമായിട്ടും ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അക്കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഖത്തീബുമാർ അല്ലെ, അപ്പൊ അതില് ഇസ്ലാമി, ഉമവി ഈ 2 കാലഘട്ടങ്ങളിലെയും ഖത്തീബുമാരെ ഒന്നിച്ച് തന്നെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, സിയാദ് ഇബ്നു അബീഹി, ത്വാരിഖ് ഇബ്നു സിയാദ് തുടങ്ങിയിട്ടുള്ള പ്രാസംഗികന്മാരെ കുറിച്ച്, പിന്നെ അബ്ബാസി കാലഘട്ടമാവുമ്പോൾ പ്രധാനപ്പെട്ട 2 കലകളെ കുറിച്ചാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഒന്ന് റിസാലയുമായി ബന്ധപ്പെട്ട ഭാഗം, അതേപോലെ തന്നെ മഖാമാത്ത്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമുക്ക് അവിടെ വരുന്നത്. അതിനോട് കൂടെ ട്രാൻസ്ലേഷൻ വർക്ക് കൂടി വന്ന ഒരു കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. അപ്പൊ അതില് പ്രധാനപ്പെട്ട 2 ട്രാൻസ്ലേറ്റഡ് വർക്കാണ് അന്ന് ഉണ്ടായിട്ടുള്ള ഖലീല വദിംന, അതേപോലെ തന്നെ അൽഫുലൈലത്തിൻ വലൈല എന്ന് പറയുന്ന ആ ഒരു 2 പുസ്തകങ്ങൾ. അവ രണ്ടുമാണ് പിന്നെ നമുക്കവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും താരതമ്യേന എളുപ്പമുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അദബുൽ മഹ്ജർ വൽ അദബുൽ ഉന്ദുലുസി എന്ന് വെച്ചാൽ മൈഗ്രന്റ് ലിറ്ററേച്ചർ, അതേപോലെ തന്നെ അന്തലൂസിയൻ ലിറ്ററേച്ചർ. അപ്പോ ഇത് രണ്ടും ശരിക്കും പ്രവാസ സാഹിത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉമവികൾ എന്ത് ചെയ്തു, ഡമസ്കസിൽ നിന്ന് അവരെ അവിടുന്ന് പലായനം ചെയ്തു. ഉമവി ഭരണകൂടം സ്വാഭാവികമായിട്ടും ഡമസ്കസ് കേന്ദ്രീകൃതമായി ഉണ്ടായിരുന്നിടത്ത് നിന്ന് അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അബ്ദുറഹ്മാൻ അദ്ദാഹിലിന്റെ കീഴിലായിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, സ്പെയിനിൽ ഇസ്ലാമിക ഭരണം വരികയാണ്. അവിടെയാണ് പിന്നെ കുറച്ച് കാലഘട്ടത്തിൽ ഉമവികൾ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ കുറച്ച് അറബി സാഹിത്യത്തിന് വളർച്ചയുണ്ടായി. അവിടെ നമുക്ക് കുറച്ച് ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയി വരുന്ന ഉദബാക്കളെയും ഒക്കെ പഠിക്കാനുണ്ട് സ്പെയിൻ ലിറ്ററേച്ചറിൽ. അതുപോലെ അദബുൽ മഹ്ജർ ആവുമ്പോൾ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും താമസമാക്കിയിട്ടുള്ള കുറച്ച് അറബി കവികൾ അല്ലെ, നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ, ഈലിയ അബു മാലി, മിഖായിൽ നുഐമ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാർ. അപ്പോൾ അവരൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4, അന്നഖദുൽ അദബി വ അലാമുഹു, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് പ്രൊമിനന്റ് ക്രിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതുപോലെ യൂണിറ്റ് 5 ഇൽമുൽ ബലാഗയും ഇൽമുൽ അറൂദുമാണ്. ഇതും നമുക്ക് പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. ഇതിലും ആർക്കെങ്കിലും ഒക്കെ മുമ്പ് പഠിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മയിൽ ഇല്ലാത്ത ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു യൂണിറ്റിൽ നിന്ന് മിക്കവാറും ഏകദേശം നമുക്കൊരു ശരാശരി മാർക്കിന് ചോദ്യം വരുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് ഇതിലിപ്പോ 10 യൂണിറ്റ് ആണല്ലോ അറബിക്കിലുള്ളത്. അപ്പൊ ഓരോ യൂണിറ്റിൽ നിന്നും ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്. ആ രൂപത്തിലാണ് നമ്മുടെ സിലബസിന്റെ പാറ്റേൺ വരുന്നത്. കാരണം 10 × 10 100, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറബിക്കിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ അത് ചിലപ്പോൾ ചില യൂണിറ്റിൽ നിന്ന് കുറച്ച് വരും, ചില യൂണിറ്റിൽ നിന്ന് കൂടുതലായിട്ട് വരാറുണ്ട്. എന്നാൽ ഈ ഒരു യൂണിറ്റ് 5 നിന്ന് ഏകദേശം ആ ഒരു
പിന്നെ 10 അല്ലെങ്കിൽ 10നോട് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുണ്ട്, ബലാഗയും അറൂദും കൂടി കൂടിയിട്ട്. അപ്പൊ നമുക്കത് പിന്നെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയി മാത്രമേ അത് പഠിക്കേണ്ടതുള്ളൂ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അതുപോലെ യൂണിറ്റ് 6 ചെറിയൊരു യൂണിറ്റ് ആണ്, അഹമ്മുൽ മസ്വാദിരി വൽ മറാജി അൽ അറബിയ എന്ന് പറയുന്ന യൂണിറ്റ്. അതിലൊരു 14ഓളം പുസ്തകങ്ങളാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ യൂണിറ്റിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് കൂടുതൽ ഉദബാക്കളെ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 7 ആണ്, അൽ അദബുൽ അറബി അൽ ഹദീസ്, മോഡേൺ അറബിക് ലിറ്ററേച്ചർ. അപ്പൊ അതിലും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ അതിൽ ലഭിക്കുന്നതായിരിക്കും. യൂണിറ്റ് 8 അൽ ഇത്തിജാഹാത്തു വൽ ഹറക്കാത്ത് വൽ മദാരിസിൽ അദബിയ. ഇതിപ്പോ യൂണിറ്റ് 7ന്റെ തന്നെ ഒരു അനുബന്ധമായി വരുന്ന ഒരു യൂണിറ്റ് ആണ്, ചെറിയ ഒരു യൂണിറ്റ് ആണ്, അതും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ചാലും നമുക്ക് പൂർണ്ണമായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. യൂണിറ്റ് 9 നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. അത് ഏത് അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. PSC എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആണ്. അതേപോലെ തന്നെയാണ് നെറ്റിന്റെ എക്സാമിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇക്കഴിഞ്ഞ എക്സാമിലും കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റ് 9 നിന്ന് വന്നിട്ടുണ്ട്. ഇൻഡോ അറബിക് ലിറ്ററേച്ചർ, ഇന്ത്യൻ അറബിക് ചരിത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ അറബി സാഹിത്യത്തിന്റെ ചരിത്രമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. കുറച്ച് ഉദബാക്കളെ അതിലിപ്പോ ഗദ്യ സാഹിത്യത്തിലും അതേപോലെ തന്നെ പദ്യ സാഹിത്യത്തിലും പെട്ട ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളുമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് അത്തർജുമ അൽ അറബിയ. അതിലിപ്പോ ട്രാൻസ്ലേഷൻ ആണ്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും വരുന്ന ട്രാൻസ്ലേഷൻസ്. അപ്പൊ അത് പിന്നെ ഒരു നമുക്ക് കുറച്ച് ഏരിയകൾ വെച്ച് അങ്ങനെ പഠിക്കാവുന്ന ഒരു ഭാഗമല്ല, മറിച്ച് ഏകദേശം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ വൊക്കാബുലറി നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അതായത് ഇപ്പൊ മോഡേൺ അറബിക് പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ പത്ര ശൈലികൾ, അതൊക്കെ നമ്മൾ സ്വായത്തമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും എങ്ങനെയാണ് ആ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ തന്നെ സാധാരണ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അത്തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോ ഇതിൽ ശരിക്ക് അറബിക് ഗ്രാമർ വരേണ്ടതുണ്ട്. പക്ഷെ നമുക്കങ്ങ് ഗ്രാമർ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഒന്നുമില്ല. പിന്നെ ഇപ്പോ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ചില എക്സാമുകളിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഈ ഒരു തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ മാലൂമാത്ത് ആമ്മ എന്ന് വെച്ചാൽ അറബിക് GK ആണ്, അറബ് ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതാണ് ഇപ്പൊ ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ടോട്ടലി ഈ ഒരു പിന്നെ അറബിക്കിന്റെ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ ഭാഗവും നിങ്ങൾക്ക് വിശദീകരിച്ചു കൊണ്ട് തന്നെയുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് ഫോളോ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഇനി എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിന്റെയും ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്കിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അത് നമുക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെയ്യാം. ഓരോ ക്ലാസ്സിലും അതാത് യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യും. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്തായിരുന്നാലും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എത്ര എണ്ണം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടൊന്ന് നോക്കി പോവാനും കൂടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുക. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രധാനമായി ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം. അപ്പൊ അത് ഇൻഷാല്ലാ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും, നോട്ട്സും കാര്യങ്ങളൊക്കെ അത് രൂപത്തിൽ ലഭിക്കും. മറ്റൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ നടത്തണം. പിന്നെ നമ്മൾ എത്ര തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, അതേപോലെ തന്നെ പഠിച്ചത് കൃത്യമായ റൂട്ടിലാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റുകൾ ലഭിക്കുന്ന സമയത്ത് അവ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു സമയം നമ്മൾ കണ്ടെത്തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ മോഡൽ ക്വസ്റ്റ്യൻ പിന്നെ ഗൂഗിൾ ഫോം വഴിയാണ് ലഭിക്കുക. അപ്പൊ നമ്മള് അത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ചെയ്ത് പിന്നെ എന്ത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം, ഇപ്പൊ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത് എങ്കിൽ ആ 20 ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം ചെയ്ത് അങ്ങോട്ട് പോവുക എന്നതിലുപരിയായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻ കൃത്യമായി വായിച്ച്, എന്നിട്ട് പിന്നെ ഏതാണോ നമുക്ക് ആൻസർ ആയി തോന്നുന്നത് അത് ആൻസർ കൊടുത്ത്, പിന്നെ അവസാനം ആ 20 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വ്യൂ സ്കോർ നോക്കി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ 20 ആണെങ്കിൽ ഓരോന്നും 2 മാർക്ക് വീതമാകുമ്പോൾ 40-ലായിരിക്കും മാർക്ക് വരിക. അപ്പൊ ചിലപ്പോ നമുക്കവിടെ ഒരു 22 മാർക്കായിട്ടും ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ 11 ശരിയായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോ നമുക്ക് പിന്നെ ഒരു 10 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും നോക്കണം ഏതൊക്കെയാണ് തെറ്റിയത്, എന്നിട്ട് ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ വായിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇനി കുറച്ച് സമയം നമ്മൾ നീക്കി വെച്ചാൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഈ സമയത്തുള്ള ലക്ഷ്യമായ JRF എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കും. അറബിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഏരിയകളാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 3 ഏരിയകളാക്കി തിരിക്കാം. എന്ന് വെച്ചാൽ ഈ 10 യൂണിറ്റുകളെയും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, 3 മേഖലകളാക്കി തിരിക്കാം. അത് ഒന്നാമത്തത് അൽ അദബുൽ ഖദീം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഏരിയ. രണ്ടാമത്തത് അൽ അദബുൽ ഹദീദ്. പിന്നെ മൂന്നാമത്തെ ഭാഗം സലാസു വഹദാത്തിൻ നുഖറ. ഇതിൽ രണ്ടിലും പെടാത്ത 3 വഹദകളുമാണുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് പറയാം? ഒന്നാമത്തെ അൽ അദബുൽ ഖദീം. അദബുൽ ഖദീം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോ അറബി സാഹിത്യത്തിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് അബ്ബാസി കാലഘട്ടവും അതേപോലെ തന്നെ മോഡേൺ പീരീഡ് വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അസറുൽ ഇൻഹിത്വാത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുവരെയുള്ള കാലഘട്ടമാണ് ശരിക്കും സാധാരണഗതിയിൽ അദബുൽ ഖദീം എന്നതിൽ എണ്ണാറുള്ളത്. അപ്പൊ നമുക്കതിലിപ്പോ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് അബ്ബാസി കാലഘട്ടം വരെയാണ്. അപ്പൊ അതില് നമുക്ക് അപ്പൊ ഏതൊക്കെ യൂണിറ്റ് ഉൾപ്പെടുത്താം? ഒന്ന് യൂണിറ്റ് 1 മുഴുവനായിട്ട് അതിൽ വരും. അതേപോലെ യൂണിറ്റ് 2 അതിൽ വരും. പിന്നെ യൂണിറ്റ് 3-ൽ 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അദബുൽ മഹ്ജറും അതേപോലെ അൽ അദബുൽ ഉന്ദുലുസിയുമാണ്. അതില് അൽ അദബുൽ ഉന്ദുലുസി എന്ന് പറയുന്ന ഭാഗവും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. പിന്നെ അടുത്തത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4-ല് അൻ നഖ്ദു ഫിൽ അസ്റിൽ ജാഹിലി മുതൽക്ക് ഇങ്ങോട്ട് ഇലൽ അസ്റിൽ അബ്ബാസി വരെ. അങ്ങനെ 4-ാമത്തെ യൂണിറ്റിന്റെ അബ്ബാസി കാലഘട്ടം വരെയുള്ള നഖദ് ഈ ഒരു അദബുൽ ഖദീമിലാണ് വരിക. അതേപോലെ യൂണിറ്റ് 6. യൂണിറ്റ് 6-ല് നമുക്കൊരു ഏകദേശം 14 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് 3 പുസ്തകം, അവസാനത്തെ 3 പുസ്തകം മോഡേൺ പീരീഡിലുള്ള ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. എന്ന് വെച്ചാൽ അഹ്മദ് അമീൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നമുക്ക് 3 വരുന്നത്. ആ ഗ്രന്ഥങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ ഒരു അദബുൽ ഖദീം എന്ന് വെച്ചാൽ അബ്ബാസി കാലഘട്ടത്തിലാണ് മിക്കവാറും അതിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ഏരിയകൾ അദബുൽ ഖദീമിൽ വരുന്നതാണ്. ഇനി അടുത്തതോ അൽ അദബുൽ ഹദീസ്. അദബുൽ ഹദീസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ഒന്ന് യൂണിറ്റ് 7 തന്നെ. അതിൽ മുഴുവനായിട്ടും നമുക്ക് അദബുൽ ഹദീസിലുള്ള ആളുകളാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 8 അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാഹിത്യ സംഘടനകള്, ട്രെൻഡ്സ്, അതാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതും യൂണിറ്റ് ഈ ഒരു അദബുൽ ഹദീസിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് 4-ലെ നഖദ് ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ നിരൂപണം, സാഹിത്യ നിരൂപണം. ആ ഏരിയയിൽ വരുന്ന കുറച്ച് നിരൂപകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ യൂണിറ്റ് 3-ലെ അദബുൽ മഹ്ജറും, അതും നമുക്ക് ഈ ഒരു അദബുൽ ഹദീസിന്റെ ഏരിയയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. അപ്പോ
ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി. ഇനി ഒരു ഏരിയ നമ്മൾ സലാസു വഹദാത്തിൻ നുഹറ എന്ന് പറഞ്ഞു. ഇതല്ലാത്ത 3 വഹദകൾ അത് ഏതൊക്കെയാണ്? ഒന്ന് അദബുൽ ഹിന്ദി യൂണിറ്റ് 9, അതേപോലെ യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ അതിൽ തർജുമ, അതേപോലെ മാലൂമാത്തുൽ അമ്മ തുടങ്ങിയിട്ടുള്ള ആ യൂണിറ്റ് 10 ആണ്. ഇനി അതേപോലെ ഒരു യൂണിറ്റ് കൂടിയാണ് പിന്നെ അതിൽ വരാനുള്ളത്. അതേതാ? യൂണിറ്റ് 5 ഇൽമുൽ ബലാഗ വൽ അറൂദ്. ഇങ്ങനെ 3 യൂണിറ്റുകൾ കൂടെയാണ് ഈ ഒരു സലാത്ത് വഹദാത്തിൻ ഉഖറ എന്ന ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നോക്കൂ, 2023 വന്ന നെറ്റിന് ചോദിച്ച, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ചോദ്യം നോക്കുക. സിൽ മാ ഫിൽ അമൂദി അലിഫ് മഅ മാ യുനാസിബുഹു ഫിൽ അമൂദി ബാ. എന്ന് വെച്ചാൽ ഇവിടെ 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അമൂദ് എന്ന് വെച്ചാൽ കോളം. അതിൽ ഒന്നാമത്തെ കോളം അലിഫ് എന്ന കോളത്തിൽ ഉള്ളതിനോട് യോജിക്കുന്നത് ബി ബാ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. എന്നിട്ടോ നമ്മളിത് യോജിപ്പിക്കേണ്ടത് ഇതിലാണ് യോജിപ്പിക്കേണ്ടത്. ABCD ഇതിൽ നിന്നാണ് നമ്മൾ ആൻസർ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ചാറ്റ് ബോക്സിലാണ്. ഏതാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ, A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D, എല്ലാവരും ആൻസർ ചെയ്യണം, നിർബന്ധമാണ്. തെറ്റുന്നത് വിഷയേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ അത് ശരിയാക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം, ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്താൽ തെറ്റണം. അതിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ കോച്ചിങ് വെക്കുന്നത്. എന്നിട്ടോ നമുക്ക് പബ്ലിക് എക്സാമിന്, നെറ്റ് എക്സാമിന് നമുക്ക് തെറ്റാനും പാടില്ല. അപ്പൊ അതിന് ഇതേപോലെ കുറച്ച് പരിശീലനം ആവശ്യമാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ABCDയിൽ ആൻസർ ആയി തോന്നുന്നത് ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം. തെറ്റിയാൽ കുഴപ്പമില്ല. ഓക്കെ, A ആൻസർ വരുന്നുണ്ട്. ഒരാൾ A ചെയ്ത് വിചാരിച്ച് ബാക്കിയുള്ള ആളുകളും അതന്നെ ചെയ്യരുത് കേട്ടോ. നമ്മൾ സാധാരണ ഈച്ചക്കോപ്പി എന്ന് പറയാറുണ്ട്, ഇത് അറിയാലോ. എന്താ ഈച്ചക്കോപ്പി എന്ന് പറയാനുള്ള കാരണം കേട്ടിട്ടുണ്ടോ? ഈച്ചക്കോപ്പി എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഈച്ചക്കോപ്പി എന്നുള്ള പേര് വരാനുള്ള കാരണം അറിയാം ആർക്കെങ്കിലും? ഓക്കെ, ഓപ്ഷൻ A ആണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈച്ചക്കോപ്പി ആവില്ല എന്ന് ഏതായാലും വിചാരിക്കുക. ഈച്ചക്കോപ്പി എന്നുള്ള പേര് വരാനുള്ള കാരണം ആർക്കൊക്കെ അറിയെങ്കിൽ പറയാം. അതായത് സാധാരണഗതിയിൽ എന്ത് ചെയ്യും? തൊട്ടടുത്ത ആളെ ആശ്രയിച്ചു കൊണ്ടാണ് ഒരാൾ എക്സാം എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ ഉള്ളത് നോക്കിയിട്ടാണ് എഴുതുക. അപ്പോ അയാൾക്ക് കുറച്ചെങ്കിലും ധാരണ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും വെച്ചാൽ ഒരു ഈച്ച എങ്ങാനും അതിൽ വന്നിരുന്നാൽ ആ ഈച്ചയെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും? വരച്ചു വെക്കും. അപ്പൊ അങ്ങനെ ഒരാൾ വരച്ചു വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്നാണ് ഈച്ചക്കോപ്പി എന്ന് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ ആവാതിരിക്കട്ടെ. ഇവിടെ ഇപ്പോ A ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയാണോ നോക്കാം. നമുക്ക് ഓപ്ഷൻ ആദ്യം നമുക്കിപ്പോ 1 അലിഫ് ഹസാനുബിന് സാബിത്ത്, അല്ലെ? ഹസാനുബിന് സാബിത്തിന് ഇതിൽ യോജിക്കുന്ന ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് ഏതാണ്? ഹസാനുബിന് സാബിത്തിന്റെ നേരെ വരിക. നിങ്ങൾ ഇന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വോയിസിൽ പറയാം. അഷാഇറുൽ മുഖ്ലറം എന്നുള്ളത്. അപ്പം 1, 2 വരുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോ നമുക്ക് ചിലപ്പോ 1, 2 ഓപ്ഷൻ കിട്ടിയാൽ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ആ രൂപത്തിലാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. എല്ലാം ഒരേപോലെ വന്നാണ്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ താരതമ്യേന കുറവാണ് നെറ്റിന് പോലും. അപ്പൊ സിമ്പിൾ ആയിരിക്കും ചോദ്യം ഉണ്ടാവാം. 1, 2 ഓപ്ഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പോ 1, 2 വന്നിട്ടുള്ളത് 2 എണ്ണമാണ്, അല്ലെ? Aയും Bയും. അപ്പൊ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഒഴിവാക്കാം. Cയും Dയും ഒഴിവാക്കാം. അത് കിട്ടിയാൽ ട്ടോ, ഇത് ഹസാനുബിന് സാബിത്ത് അഷാഇറുൽ മുഖ്ലറം എന്നുള്ളത് ഒരാൾക്ക് കിട്ടിയാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാ ഫറസ്ദഖാണ്. ഫറസ്ദഖിനെ കുറിച്ച് അറിയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ കൂട്ടത്തിൽ ഏതാ വരിക? ഫറസ്ദഖ് ഏത് കാലഘട്ടക്കാരനാണ്? അതെ, അഷാഇറുൽ ഉമവിയാണ്. അഷാഇറുൽ ഉമവി അൽ ഫറസ്ദഖ്. അപ്പൊ അതും ശരിയാണ്. അപ്പോ അത് ഇനി ഒരാൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളി, അത് കിട്ടുന്നില്ല. എന്നാൽ അടുത്തത് അൽ മുത്തനബിയാണ്. മുത്തനബി ഏത് കാലഘട്ടക്കാരനാണ്? മുത്തനബി ഏത് കാലഘട്ടക്കാരനാണ്?
മുത്തനബി. അതെ, അബ്ബാസി കാലഘട്ടക്കാരനാണ് മുത്തനബി. അപ്പോ നമുക്കിപ്പോ 1, 2 എന്ന് നമുക്കറിയാം. ഇനി ഒരാൾക്ക് ഫറസ്ദക്ക് എന്നുള്ളതിന് നേരെ ഉമവി എന്ന് കിട്ടുന്നില്ല, ഉമവി എന്നുള്ളത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ബാ ശരിക്ക് 4 എന്നുള്ളതാണ് ആൻസർ. ബാ 4. അതേപോലെ അത് കിട്ടുന്നില്ലെങ്കിൽ മുത്തനബി, മുത്തനബി ജീം എന്നുള്ളത് നേരെ അഷാഇറുൽ അബ്ബാസി 1 എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. കാരണം ജീം 1 എന്നുള്ളത് 1 അഥവാ എയും സിയുമാണുള്ളത്. അപ്പൊ പിന്നെ സി നമ്മൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് പിന്നെ ഓപ്ഷൻ എ ആണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ സിമ്പിളായ ചോദ്യങ്ങൾ പോലും നെറ്റിന് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ശരിക്കും 1ാമത്തെ യൂണിറ്റിന്റെ സിലബസ് ഒന്ന് വായിച്ചാൽ തന്നെ ഈ ഒരു ആൻസർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ലാസ്റ്റ് 2023 ഡിസംബറിൽ നടന്ന എക്സാമിന്റെ ചോദ്യമാണ് ഇപ്പത്. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ്. എന്ന് വെച്ചാൽ ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഷാഇറുൽ മുഖ്ലറം, ഫറസ്ദഖ് അഷാഇറുൽ ഉമവി, മുത്തനബി അഷാഇറുൽ അബ്ബാസി, ഇബ്നു ഖഫാജ അഷാഇറുൽ ഉന്ദുലുസി. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇതും യൂണിറ്റ് 1ൽ നിന്ന് തന്നെയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ആൻസർ ചെയ്യാം. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ ഇപ്പൊ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായോ? അഷാഇർ അല്ലദി യുഅദ്ദു മിൻ ശുഅറാഇൽ ബിലാത്ത്. ഷാഇറുൽ ബിലാത്ത് എന്ന് വെച്ചാൽ കൊട്ടാര കവികൾക്കാണ് പറയാ. അപ്പോ കൊട്ടാര കവികളിൽ പെട്ട ആള് ആരാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തതിൽ ആരോ ഒരാള് കൊട്ടാര കവികളിൽ പെട്ട ആളാണ്. അതാരാണെന്നുള്ളതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ബി ആണ് ചിലർ ആൻസർ ചെയ്തിരിക്കുന്നത്. എയും ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഏതായാലും ആൻസർ കൊടുക്കണമല്ലോ, അല്ലെ? അപ്പോ ഓപ്ഷൻ എ ആണ് അന്നാബിഗത്തു ദുബിയാനി. അപ്പൊ ഈ നാബികയെ കുറിച്ച് നമുക്ക് സിലബസിൽ അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് 1ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നമുക്ക് സിലബസിൽ മുഅല്ലഖാത്തിൽ 4 പേരെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലരൊക്കെ നമ്മളോട് വന്നാണ്ട് ചിലപ്പോ ഈ PSC കോച്ചിങ്ങിലൊക്കെ ഉള്ള ആളുകൾ വന്നാണ്ട് ചോദിക്കും, സർ നമ്മൾ ഏതായാലും PSCക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുഅല്ലഖാത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഇതിലുള്ള ഒരുപാട് ഏരിയ പഠിക്കുന്നുണ്ടാവും, പിന്നെ നെറ്റിന് നമ്മൾ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പറയും നെറ്റിന് നിങ്ങൾ ഇപ്പൊ PSCക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതില്ല. നമ്മൾ കോച്ചിങ്ങിന് തന്നെ ജോയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് സാധാരണഗതിയിൽ പറയാം. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തേ ആവശ്യമുള്ളൂ വെച്ചാൽ ഏത് എക്സാമിനാണെങ്കിലും അതിന്റെ സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് ആവശ്യം. അതേപ്പോ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. അതിപ്പോ നെറ്റില് നിങ്ങൾക്ക് JRF കിട്ടണമെങ്കിൽ എന്തേ ആവശ്യമുള്ളൂ വെച്ചാൽ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെയാണ് PSCക്കായിരുന്നാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ PSCകൾ എന്താ വെച്ചാൽ PSCക്ക് നമ്മൾ ചെറിയ രൂപത്തിലുള്ള ഒരു പഠനം മതി, ആഴത്തിലുള്ള പഠനം ആവശ്യമില്ല. പക്ഷെ നെറ്റിന് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കൃത്യമായ സിലബസ് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ആഴത്തിൽ പഠിക്കണം, പ്രത്യേകിച്ച് പറയപ്പെട്ട ഭാഗങ്ങൾ. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഅല്ലഖാത്തിൽ 4 പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്ക് നമുക്കറിയാം മുഅല്ലഖയിൽ പ്രധാനപ്പെട്ട ആളുകൾ 7 പേരുണ്ട്. പ്ലസ് അതിലേക്ക് 3 പേരെ കൂടി എന്ത് ചെയ്തു, പിന്നെ ചരിത്രകാരന്മാർ ആഡ് ചെയ്തിട്ട് 10 പേരെ അൽ മുഅല്ലഖാത്തുൽ അഷർ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ആര്, അന്നാബിഗത്തു ദുബിയാനി. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന നിലയിൽ അൽ മുഅല്ലഖാത്തു വ അസ്ഹാബുഹ എന്ന ഹെഡിങ് ഉള്ളത് കൊണ്ട് 10 ആളുകളെ കുറിച്ചും നമ്മൾ ചെറിയ ഒരു ധാരണ നമുക്കുണ്ടാവണം. പിന്നെ ഈ പറയപ്പെട്ട 4 ആളുകളെ കുറിച്ച്, നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള 4 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ നോക്കണം. എങ്കിലാണ് നമ്മളെ ഉദ്ദേശിച്ച JRFലേക്ക് എത്താൻ നമുക്ക് പറ്റുക. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ ഈ 4 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ നമ്മൾ നിങ്ങൾക്ക് നൽകും. അപ്പൊ അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം സാർ, മൊത്തത്തിൽ ഈ 10 ആളുകളെ കുറിച്ചും ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അതോടൊപ്പം ഈ നാബിഗ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിൽ നമുക്ക് മിക്കവാറും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നാഖിദ് കൂടിയാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ യൂണിറ്റ് 4മായി കണക്റ്റഡ് ആയിട്ടും ഇദ്ദേഹം വരും.
നാബിഗത്തു ദുബിയാൻ. അപ്പൊ ഇദ്ദേഹം ഒരു കൊട്ടാര കവി കൂടിയായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് ഇദ്ദേഹത്തിന്റെ പേര് സിയാദ് ബിൻ മുആവിയ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അബു ഉമാമ സിയാദ് ബിൻ മുആവിയ എന്നാണ് നാബിഗത്തു ദുബിയാനിയുടെ പേര്. പിന്നെ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത് ദാലിയയാണ്, എന്ന് വെച്ചാൽ ദാലിലാണ് അവസാനിക്കുന്നത്. ബസീത്ത് എന്ന ബഹറിലാണ് അത് രചിച്ചിട്ടുള്ളത്. യദാ റുമയ്യത ബിൽ അലിയാഇ ഫസ്സനദി അഖ്വത് വതോല അലൈ ഹസാലിഫുൽ അബദി എന്നാണ് ഇപ്പോ ആ മുഅല്ലഖ തുടങ്ങുന്ന വരി. അപ്പോ ഇതിന്റെ ബഹർ എന്ന് പറയുന്നത് ബസീത്ത് ആണെന്ന് പറയുമ്പോ അപ്പൊ ബസീത്ത് എന്ന ബഹറിന്റെ വസ്ൻ ഏതാണ്? ആർക്കെങ്കിലും അറിയാം? ബസീത്ത് എന്ന ബഹറിന്റെ വസ്ന് ആ റൂളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. വസ്നുകൾ അല്ലെങ്കിൽ ഓരോ ബഹറുകളുടെയും വസ്നുകൾ. എത്ര ബഹറാണുള്ളത് അറബി കവിതക്ക് അറിയോ? 16. അതെ, 16 ബഹറുകളാണുള്ളത് അല്ലെ. അപ്പൊ അതിൽപ്പെട്ട ഒരു ബഹറാണ് ബസീത്ത് എന്ന ബഹർ. അപ്പോ ചിലപ്പോ എന്ത് ചെയ്യും, നെറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട് ഓരോ ബഹറുകളുടെയും. ഇപ്പോ ഒരു ബസീത്ത് എന്ന ബഹറിന്റെ വസ്ന് കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം അല്ല അതിന്റെ മുമ്പത്തെ വർഷം. എന്നിട്ട് ഇത് ഏത് ബഹറിന്റെ അല്ല ബസീത്ത് എന്ന ബഹറിന്റെ വസൻ ഏത് എന്ന് ചോദിച്ചിട്ട് 4 വസനുകൾ താഴെ കൊടുക്കുകയും ചെയ്തിരുന്നത്, 4 ഓപ്ഷൻ. അപ്പോ ബസീത്ത് എന്ന ബഹറിന്റെ വസൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ബസീത്ത് എന്ന ബഹറിന്റെ വസന് ഓക്കെ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നുള്ളതാണ്. മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഫഊലുൻ മഫാഇലുൻ എന്ന് പറഞ്ഞ വേറൊരു ബഹറുണ്ട്. അതേതാണ്? ഫഊലുൻ മഫാഇലുൻ. ഫഊലുൻ മഫാഇലുൻ. തൊവീൽ എന്ന ബഹറുണ്ട്. തൊവീൽ എന്ന ബഹർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ ബഹറുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും 4 ബഹറുകൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട് എൽമുൽ അറൂദിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതെങ്ങനെയാ പഠിച്ചെടുക്കാൻ? അതിനൊക്കെ സിമ്പിളായ മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവാം. ഇനി പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പൊ ബസീത്ത് എന്ന ബഹറാണെങ്കിൽ ഇന്നൽ ബസീത്ത് ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അപ്പൊ അവിടെ ബസീത്ത് മുസ്തഫ്ഇലുൻ ഫാഇലുൻ അത് ഓർത്ത് വെക്കാനായിട്ട് ഇത് പഠിപ്പിച്ച പണ്ഡിതന്മാർ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു എളുപ്പ വഴി കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ആദ്യ ഭാഗത്ത് അതിന്റെ പേര്, തൊട്ട് ഭാഗത്ത് അതിന്റെ വസ്നം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പിന്നെ വരികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അതേപോലെ ഇപ്പോ തൊവീലാണെങ്കിൽ തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു. അതാണ് തൊവീൽ എന്ന ബഹറിൽ. അപ്പൊ ഫഊലുൻ മഫാഇലുൻ അത് തൊവീലുൻ ലഹു ദൂനൽ. അപ്പൊ അവിടെ തൊവീൽ എന്ന് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോ ഇങ്ങനെ ഓരോരോ ബഹറുകളെ കുറിച്ചും നമുക്ക് ചെറിയ ഒരു ധാരണയുണ്ടായാൽ, അതേപോലെ ഈ മുഅല്ലഖാത്തിൽ വരുന്ന കവിതകളുടെയൊക്കെ ആദ്യ വരി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് 2 ഗുണാണ്. ഒന്നിപ്പോ ഇതിന്റെ ബഹർ ചോദിച്ചാൽ അത് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ അതിന്റെ കാഫിയ എന്ന് വെച്ചാൽ അത് അവസാനിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അബദി എന്നാണ്. അപ്പൊ ദാലിയയാണ്, അത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോ നേരിട്ട് തന്നെ ചോദിക്കും എന്താണ് മത്ലഉ മുഅല്ലഖത്തി അന്നാബിഗ. മുഅല്ലഖയുടെ നാബിഗയുടെ മുഅല്ലഖയുടെ മത്ലഅ എന്ന് വെച്ചാൽ ആദ്യ വരി അത് ഏതാണെന്ന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഡയറക്റ്റ് ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ചിലപ്പോൾ നമുക്കത് വരി തന്നാണ്ട് അതിന്റെ ബഹർ ഏതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒരു ചൊല്ലി പഠിച്ചൊരു ശീലമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് വരി വന്നാലും അത് അത് ബസീത്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചൊല്ലി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല അതൊക്കെ നിങ്ങൾക്ക് അറൂള് അതേപോലെ യൂണിറ്റ് 1 ഒക്കെ ആയി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുന്ന സമയത്ത് വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ ബഹറുൽ ബസീത്താണ് എന്നും അതേപോലെ തന്നെ അതിന്റെ വരിയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഇപ്പൊ നമുക്ക് ആ ചോദ്യത്തിൽ വന്നതാണ് ഷുഅറാ ഉൽ ബിലാത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എന്ന് വെച്ചാൽ കൊട്ടാര കവികൾ. അപ്പോ ജാഹിലി കാലഘട്ടത്തിലെ കൊട്ടാര കവികൾ ആരൊക്കെയാണ്? ഇതൊക്കെ നമ്മുടെ നോട്ടിൽ ഇതേപോലെ ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നേരെ തിരിച്ച് ചിലപ്പോൾ ചോദിക്കാം. നേരെ ഇപ്പോ അവിടെ ഷുഅറാ ഉൽ ബിലാത്തിൽപ്പെട്ട ആൾ ആരെന്നാ ചോദിച്ചത്. ചിലപ്പോൾ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് താഴെ കൊടുത്തതിൽ ഷുഅറാ ഉൽ ബിലാത്തിൽ പെടാത്തതാര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽപ്പെട്ട ഒരു 3 ആളെ കൊടുക്കും. പിന്നെ
എന്ത് ചെയ്യും, വേറെ പുറത്തുനിന്നുള്ള ഒരാളെയും കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ബിലാത്തിൽപ്പെട്ട ആളുകൾ ജാഹിലി കാലഘട്ടത്തിൽ ഇത്രയും പേരാണ്. എന്നുവെച്ചാൽ കൊട്ടാര കവികൾ എന്ന് പറയുമ്പോൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില കൊട്ടാരമാണ്. ഒന്നിപ്പോ ഹീറ എന്ന് പറയുന്ന കൊട്ടാരം, അതേപോലെ ഗസ്സാൻ എന്ന് പറയുന്ന കൊട്ടാരം. ഈ രണ്ട് കൊട്ടാരങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട കവികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ആ കൊട്ടാരവും അല്ലെങ്കിൽ ആ രാജാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന ആളുകൾക്കാണ് ഈ ഷൊറ ഉൽ ബിലാത്ത് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട കുറച്ച് ആളുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് യൂണിറ്റ് 1ന്റെ ക്ലാസ് ലഭിക്കുന്ന സമയത്ത് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് ക്ലാസ്സുകളിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഷോർട്ടാക്കിയിട്ട് ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, മുൻധാരണകളൊക്കെ മാറ്റിവെച്ച് ഇത്തവണ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എത്തിപ്പിടിക്കാവുന്നത് തന്നെയാണ് നെറ്റ് എന്ന് പറയുന്നത്. എന്നാലോ ഇത് നമ്മൾ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. കാരണം ഏകദേശം ഇന്ത്യയിൽ ഈ ഒരു ഡിസംബറിൽ 2000-ഓളം ആളുകൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ ആ 2000-ലെ ആദ്യ ഒരു 120-ൽ പ്രിപ്പയർ ചെയ്ത ആളുകളിൽ ആദ്യത്തെ 120-ൽ ഞാൻ എത്തിയാലാണ് എനിക്ക് ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 20-ൽ ഞാൻ ഉൾപ്പെട്ടാൽ, എന്ന് വെച്ചാൽ 20 റാങ്കിനുള്ളിൽ ഞാൻ വന്നാലായിരിക്കും എനിക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ അതില് നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ നമ്മളിങ്ങനെ നിന്നാൽ ഒരിക്കലും നമുക്ക് നെറ്റ് എന്നുള്ളതല്ല, നമ്മുടെ മുമ്പിലുള്ള ഇനിയുള്ള ഒരു നേട്ടവും നമുക്ക് എത്താൻ സാധ്യല്ല. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തരണം ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ എത്തിയ അവസ്ഥയിൽ തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് ബോധ്യമാവണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചെറിയ ഒരു കുട്ടിയെ നോക്കിയാൽ മതി. ആ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് പിന്നെ ആദ്യം ചെരിഞ്ഞു കിടന്ന് പിന്നെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുന്നതിന്റെ ആ ഒരു സന്ദർഭം മുതൽക്ക് എഴുന്നേറ്റ് നിന്ന് നടക്കുന്ന സമയം വരെ എത്ര പ്രയാസങ്ങൾ ആ കുട്ടി സഹിക്കുന്നുണ്ട്. ഒരുപാട് വീഴുന്നുണ്ട്, എത്ര തവണ വീണു, ഒരുപക്ഷെ മുറിവ് വരെ പറ്റിയിട്ടുണ്ടാവും. എന്നാലും അവിടെ നിർത്തുന്നില്ല. ആ രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ എല്ലാവരും ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ JRF എന്ന എയിമിലേക്ക് എത്താൻ പരമാവധി നമ്മൾ ഓരോരുത്തരും പണിപ്പെട്ട് തന്നെ ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾ ആ രൂപത്തിൽ കൂടെ ഉണ്ടാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമുക്ക് മുമ്പിൽ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസംബർ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡിസംബർ 20-ന് ശേഷമായിരിക്കും വരിക. അപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാലും ഡേറ്റ് വരാത്തത് കൊണ്ട് നമ്മൾ ഡിസംബറിൽ എന്ന് പറയുമ്പോൾ ഡിസംബർ ഒരു ആദ്യ വീക്കിൽ തന്നെ എക്സാം വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാവുമ്പോൾ നമുക്ക് മുമ്പിൽ ഇനി കുറഞ്ഞ മാസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ അല്പം സ്പീഡിലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ പേപ്പർ 1ന്റെ ലൈവ് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പേപ്പർ 1 മാത്രമായി പോയാൽ നമുക്ക് ഏതായാലും തീരൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ അപ്ഡേറ്റഡ് ആയ യൂണിറ്റുകളുടെ അറബിക് യൂണിറ്റുകളുടെ ക്ലാസ്സുകൾ കൂടെ നൽകിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പോർഷൻസ് തീരുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഒരു നവംബർ പകുതിയാവുമ്പോഴേക്ക് അല്ലെങ്കിൽ നവംബർ തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാ പോർഷൻസും തീർന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു റിവിഷന് കൂടെ നമുക്ക് സമയം കണ്ടെത്തണം. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ആ രൂപത്തിലൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, പലരും സാർ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കും. അപ്പൊ പിന്നെ ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് തീർക്കാൻ സാധിക്കാറുള്ളൂ. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു രൂപത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ തന്നെ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നാണ്
ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയാം. ഇനി അഡ്മിൻസുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് താങ്ങാവുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായിരുന്നാലും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല ഒരു പറയാ നേട്ടമാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ലഭിക്കാൻ പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിയ അവിടുത്തെ ഒരു പബ്ലിക് എക്സാമിലൊക്കെയാണ് നമ്മൾ ഇതുവരെ വിജയിച്ചു പോന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വലിയ അതോറിറ്റി നടത്തിയ ഒരു എക്സാം, അതൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ടാവാം. ഇനി നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ക്വാളിഫൈ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഒരു വലിയ നേട്ടം ഇൻഷാ അള്ളാ നമുക്ക് ലഭിക്കാനിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും ആ രൂപത്തിൽ ഇൻഷാ അള്ളാ ഇത്തവണ തന്നെ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇത്തവണ തന്നെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. എന്നുവെച്ചാൽ നെറ്റ് നമ്മൾ ഇത്തവണ ക്വാളിഫൈ ചെയ്താലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാ, വരുന്ന കോളേജിയറ്റ് എക്സാം എഴുതാൻ സാധിക്കാം. കോളേജ് തലങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യതയാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. അത് ഇനി അടുത്തൊരു എക്സാം വരാനുള്ളത് ഏകദേശം 2027-28 കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൂടെ ഒരു പക്ഷെ ഇപ്പോ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു ഡിസംബർ നെറ്റ് എക്സാമിൽ ക്വാളിഫൈഡ് ആയി. അവർ എഴുതുന്ന സമയത്ത് നമുക്ക് മുമ്പിലുള്ള തടസ്സം എന്താവരുത്, ഈ നെറ്റ് ആവരുത്. ഓക്കെ, നമ്മളും ക്വാളിഫൈ ചെയ്ത് ആ സമയത്ത് അപ്ലൈ ചെയ്ത് ഇൻഷാ അള്ളാ അവിടെയും ആദ്യ റാങ്കിൽ വരാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എല്ലാവരും വളരെ ആക്റ്റീവായി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകമായ കൃതജ്ഞത കൂടി അറിയിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ പരമാവധി ലൈവ് സെഷനുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. ലൈവ് സെഷനിൽ നമ്മൾ പങ്കെടുത്താൽ എന്ത് ചെയ്യണം, അത് ആ ലൈവായിട്ട് തന്നെ അവിടെ നിലനിൽക്കണം. മിക്കവാറും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾക്കിടയിലൂടെ ചർച്ച ചെയ്തു പോകും. ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയം ഏതായാലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചർച്ച ചെയ്യുക. അതോടൊപ്പം ക്ലാസ്സുകളിലും എന്ത് ചെയ്യും, വെറും ആ തിയറി ഭാഗങ്ങൾ മാത്രം എടുത്തു പോകുന്നതിലപ്പുറം മുമ്പ് വന്ന ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ അധ്യാപകർ കാണിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിലൂടെ അതിൽ ആൻസർ അറിയിക്കുക. ഉദാഹരണമായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ വേഗം നമ്മൾ ആൻസർ ചെയ്യും. ഇനി കിട്ടാത്തതാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ABCD ഓപ്ഷൻ ഏതാണോ അത് പിന്നെ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ നമ്മളവിടെ ഞാനിപ്പോ ആൻസർ ചെയ്താൽ തെറ്റോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യാതിരിക്കരുത്. തെറ്റിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കൂല ആ പോയിന്റ്. കാരണം നമ്മള് ഒരുപാട് ആളുകൾക്കിടയിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തെറ്റുന്നത്. അപ്പോ ഈ ആളുകൾക്കിടയിൽ തെറ്റിയ ഒരു ആൻസർ എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യില്ല, മറക്കൂല അത്. അപ്പോ അത് നമുക്ക് ഒരു മോശമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനേക്കാളും മോശം എന്താ, ഇപ്പൊ ഇവിടെ ഈ ജോയിൻ ചെയ്ത ആളുകളൊക്കെ നമ്മളെപ്പോലെ നെറ്റ് ക്വാളിഫൈ ചെയ്യണം, അതിനുവേണ്ടി പഠിക്കണം എന്ന രൂപത്തിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. എന്നാലോ നമ്മള് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കിടയിൽ നെറ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ ആ നെറ്റ് ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാളും ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് അവർക്കിടയിൽ അഭിമാനത്തോടു കൂടി പറയുന്നതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല കാര്യമായി കാണേണ്ടത്. ഇവിടെ ഈ കുളിമുറിയിൽ എല്ലാവരും എന്ത് തന്നെയാണ്, നഗ്നരാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാ ആളുകളും പൂർണ്ണമായും തികഞ്ഞ ആളുകളാണെങ്കിൽ ആരും ഇവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യൂല. അപ്പോ നമ്മൾ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് തെറ്റട്ടെ തെറ്റാതിരിക്കട്ടെ, അറിയുന്നതാവട്ടെ അറിയാത്തതാവട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് തന്നെ അവിടെ ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
അധ്യാപകരോടൊക്കെ ചോദിക്കാവുന്നതാണ്. എല്ലാം തികഞ്ഞ ആളുകളാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും അതാത് യൂണിറ്റുകൾ എടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരിക. ഇനി അഥവാ ഏതെങ്കിലും വിഷയങ്ങൾ അറിയാത്തതാണെങ്കിൽ ഇൻഷാ അള്ളാ അത് പിറ്റേ ദിവസം അത് പഠിച്ചിട്ടാണെങ്കിലും ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായിരുന്നാലും നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ പരമാവധി ലൈവായിട്ട് തന്നെ പങ്കെടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ക്ലാസ്സുകൾ ഒരിക്കലും പെൻഡിങ്ങിൽ ഇടരുത്. പരമാവധി അന്നത്തെ ക്ലാസ്സുകൾ അന്ന് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം അതിന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു സൗകര്യമാണ്. അല്ലെങ്കിൽ ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം കേൾക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം അതിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ റെക്കോർഡഡ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യൂല, ചിലപ്പോൾ കേൾക്കാതിരിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നത് റെക്കോർഡ് അത് ഏതായാലും പിന്നെ കേൾക്കാന്ന് വിചാരിക്കും. പക്ഷെ ആ പെൻഡിങ്ങിൽ ഇടുന്ന ക്ലാസ് പിന്നീട് നമ്മൾ കേൾക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവാം. പിന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഒന്നുകൂടി ബോധം ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും, ഇനി ഏതായാലും തുടക്കം മുതൽക്ക് കേൾക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവാം. അപ്പൊ തുടക്കം മുതൽ തന്നെ പരമാവധി നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടു പോവുക. ഏതെങ്കിലും ദിവസത്തൊക്കെ ചിലപ്പോൾ പെൻഡിങ് വരും. അപ്പൊ അതെന്ത് ചെയ്യുക, അതിനിടയിൽ ലഭിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിയിട്ടായാലും നിങ്ങൾ പരമാവധി തീർത്തു പോവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് ലക്ഷ്യത്തിലെത്താം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്സഗായിക്കും വഇലാഹുന അത്റുക്കുക്കും ഫിറായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.